എൻ്റെ പേര് മോൻസി. ഞാൻ ആലപ്പുഴ കൊമ്മാടി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് 18-ാം തീയതി രാവിലെ എൻ്റെ വീട്ടിൽ രാവിലെ ഇതിൻ്റെ സ്റ്റെപ്പിൻ്റെ മുന്നിലിരുന്ന് ഇറങ്ങി നിന്ന് ഷേവ് ചെയ്യാൻ പാത്രവും ഷേവിങ് സെറ്റും എടുത്ത് വെച്ച് ഞാൻ അവിടെ വന്ന് 2-ാമത്തെ സ്റ്റെപ്പിലിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എൻ്റെ ഈ ഒരു സൈഡ് നെഞ്ചിൻ്റെ ഈ ഭാഗവും ഈ സൈഡും കൊണ്ട് പെട്ടെന്നൊരു ഒരു സൗണ്ട് പോലെ കേൾക്കി പെട്ടെന്ന് എനിക്ക് എഴുന്നേൽക്കാനും പറ്റുകയില്ല, ഒന്നും പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു എനിക്ക് പെട്ടെന്ന് എൻ്റെ ഭാര്യയെ ഞാൻ വിളിച്ചു. ഭാര്യയും എൻ്റെ കൊച്ചുമകനും ഉണ്ടായിരുന്നു. അവരോടി വന്ന് എന്നെ വലിച്ച് പൊക്കിയിട്ട് എനിക്കിപ്പോൾ അവർക്ക് പൊക്കാൻ പറ്റുന്നു. അയൽവാസി അവിടെ നിന്ന് വിളിച്ചു. അവിടെ നിന്ന് അവരോടി വന്നു. അവരും കൂടെ താങ്ങിയെടുത്താണ് എന്നെ ഞങ്ങളുടെ അടുത്തൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോയി. അവർ ഉടനെ തന്നെ അഡ്മിറ്റ് ചെയ്തിട്ട് പറഞ്ഞു ബ്ലഡിൻ്റെ പൈപ്പ് പൊട്ടിയിരിക്കുകയാണ്, അത് കാരണം ഇതും അത് മാറ്റിവെച്ചേ പറ്റി, അതിനുള്ള സൗകര്യങ്ങളില്ല, അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേറെ നടക്കുകയുള്ളൂ, ഇപ്പോൾ ഞങ്ങൾ തൽക്കാലം ട്രീറ്റ്മെൻറ്റ് ചെയ്തു വിടാം എന്നും പറഞ്ഞ് അവർ അപ്പോഴത്തേക്ക് തന്നെ ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഉള്ളിൽ കംപ്ലീറ്റ്. അവിടുന്ന് ആംബുലൻസിൽ ഞങ്ങൾ കൊണ്ടുവന്നു, ലെക്ഷർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. BP ഒക്കെ ഡ്രോപ്പായിരുന്നു. ഇവിടെ കൊണ്ടുവന്ന് കാർഡിയോതൊറാസിക് സർജൻ ഡോക്ടർ സുജി സാറാണ് നോക്കിയത്. അപ്പോൾ സാറ് പറഞ്ഞു റപ്ചേർഡ് അയോട്ടിക് അന്യൂറിസമായി, ഫുള്ള് പൊട്ടിപ്പോയി, എന്നിട്ട് ബ്ലഡ് എല്ലാം വയറ്റിലിതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സർജറി ചെയ്യുന്നത് ഹൈ റിസ്ക് കേസാണ്. എന്നാലും നമ്മുടെ റിസ്കിൽ സാറ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഓക്കെ പറഞ്ഞു, കൺസെൻ്റെല്ലാം സൈൻ ചെയ്ത് സർജറി ചെയ്ത് കഴിഞ്ഞ് സാറ് പറഞ്ഞു സർജറി സക്സസ്ഫുള്ളാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ 3 ദിവസം ICUവിൽ അഡ്മിറ്റായി. നല്ല കെയർ ആയിരുന്നു, സാറ് നല്ല രീതിയിലാണ് നോക്കിയത് അച്ഛനെ. അതിനുശേഷം വാർഡിലേക്ക് മാറ്റി. ഇന്ന് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്യുകയാണ്. ലാസ്റ്റായിട്ട് ഡ്രെയിൻ റിമൂവ് ചെയ്യാനുണ്ടായിരുന്നു, അതും ഇന്ന് റിമൂവ് ചെയ്തു. ആളിപ്പം ഓക്കെയാണ്. നമുക്ക് കിടന്നു വന്ന ഒരാളാണ്, ഇപ്പം നടക്കാൻ സാധിക്കുന്നുണ്ട്. ആരുടെയും സഹായമില്ലാതെ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി, നടക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് നന്ദിയുണ്ട് ഹോസ്പിറ്റലിനോടും ഡോക്ടർ സുജിത്തിനോടും. എല്ലാ ദിവസവും 2-3 ദിവസം നേരമായിട്ട് സാറ് നോക്കും. വാർഡിലാണെങ്കിൽ തന്നെയാണെങ്കിലും റൂമിൽ വന്ന് 2 നേരമൊക്കെ നോക്കുമായിരുന്നു, രാവിലെയും വൈകിട്ടൊക്കെ. അതുകൊണ്ട് നല്ലൊരു കെയറാണ് കിട്ടിയത്. ശരിക്കും അങ്ങനൊരു കെയർ കിട്ടിയത് കൊണ്ട് മാത്രമാണ് എൻ്റെ അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ആലപ്പുഴയിലെ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ചെയ്തപ്പോഴും അവർ പറഞ്ഞു അവർക്ക് കിട്ടാൻ ചാൻസ് ഇല്ല എന്നാണ് പറഞ്ഞത്, ഡെത്താണ് ലാസ്റ്റ് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇവിടെ കൊണ്ടുവന്ന സർജറിയൊക്കെ ചെയ്ത് സക്സസ്ഫുള്ളായി. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഹോസ്പിറ്റലിനോടും സാറിനോടും. ഡോക്ടേഴ്സ് എല്ലാവരും പറയുന്നത് തന്നെ ഇതൊരു മിറാക്കിളാണ്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ആൾ ജീവിച്ചിരിക്കില്ല എന്നാണ് പറഞ്ഞത്. ഞാനിവിടെ ഇല്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളവരും റിലേറ്റീവ്സും എല്ലാവരും കൂടെയാണ് ആലപ്പുഴയിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പം BP ഒക്കെ ഡൗൺ ആയിരുന്നു. പിന്നെ അവർ BP കൂടാനുള്ള മെഡിസിൻ എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് അവർ പറഞ്ഞു വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ആംബുലൻസിൽ ഞങ്ങൾ ഇവിടേക്ക് വരികയായിരുന്നു ചെയ്തത്. അപ്പം അവരവിടുന്ന് പറയുകയും ചെയ്തു BP ഡൗൺ ആവുകയാണ്, ആളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണിക്കുകയാണെങ്കിൽ അടുത്ത ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കയറിക്കോണമെന്ന് പറഞ്ഞു. പക്ഷെ അവിടുന്ന് പോന്നപ്പം വലിയ പ്രശ്നമില്ലായിരുന്നു. പിന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണെങ്കിലും എല്ലാവർക്കും ഒരു ഇതായിരുന്നു, കാരണം വെച്ചാൽ ആൾ എങ്ങനെ ഇവിടെ എത്തി, ഇത്രയും ഇതായി റപ്ചേർഡായി ഫുള്ളായോട്ട, എന്നിട്ടും ബ്ലഡ് ലോസ് ഇത്രയും ഉണ്ടായിട്ടും എങ്ങനെ ജീവനോടെ ആൾ ഇവിടെ എത്തിയെന്നൊരു ഇതായിരുന്നു. പിന്നെ ഇവിടെ വന്നു കാഷ്വാലിറ്റിയിൽ കാണിച്ചു. അങ്ങനെ ഡോക്ടർ സുജിത്ത് കാർഡിയോതൊറാസിക് സർജനാണ് നോക്കിയത്. അപ്പം പുള്ളി പറഞ്ഞു CT സ്കാൻ എടുത്തു, CT 5 എടുത്തു. അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് റപ്ചേർഡ് അയോട്ടിക് അന്യൂറിസമാണ്, ഏകദേശം ഒരു 7.5 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു ബൈപ്പാസ് സർജറി ചെയ്യണം, എന്നാലും അതൊരു ഹൈ റിസ്ക് കേസാണ്, നിങ്ങൾക്ക് കൺസേൺ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു. സാറ് ഉറപ്പ് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളത് സമ്മതിക്കുകയും അതിനുവേണ്ടി ചെയ്യാനായിട്ട്
തുടങ്ങാനായിട്ട് ഇത് നോക്കിയതും. അങ്ങനെ സർജറി അന്ന് തന്നെ ഈ ഒരു നൈറ്റ് സർജറി സ്റ്റാർട്ട് ചെയ്ത് ഒരു പകുതിയൊക്കെ ആയപ്പോൾ തന്നെ സിസ്റ്റർ ഇറങ്ങി വന്ന് പറഞ്ഞു, സാറ് പറഞ്ഞു ഓക്കെയാണ്, സക്സസ്ഫുൾ ആണ് എന്ന് പറഞ്ഞു സർജറി. അത് കഴിഞ്ഞ് ICUലായിരുന്നു, ഒരു 2 days ICUലായിരുന്നു, 2-3 days ICUലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ റൂമിലേക്ക് മാറ്റി. ICUന്ന് വന്നപ്പോൾ തന്നെ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറി. പിന്നെ ഓക്സിജൻ നേസൽ ഫ്രോൺസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഒരു 3 letters ഒക്കെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് റൂമിലേക്ക് വന്നു. ഏകദേശം റൂമിയറായി. ആൾ തന്നെ പിടിച്ച് ആദ്യമേ നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഇപ്പം തന്നെ നടക്കും. നമ്മളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി, ആൾ തന്നെ നടന്നോളും. ഇന്ന് ഡ്രെയിനെല്ലാം റിമൂവ് ചെയ്തു. പിന്നെ ഇന്ന് ഈവനിങ് ഞങ്ങൾക്ക് ഡിസ്ചാർജ് പറഞ്ഞിരിക്കുകയാണ്. അപ്പം നൈറ്റോടെ ഞങ്ങൾ പോകും. അങ്ങനെ ഇരിക്കുന്നു. ഇപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യണം. BP-യുടെ ഓൾറെഡി ഇറഗുലർ മെഡിക്കേഷൻ എടുക്കുന്ന ഒരാളാണ് BP-യുടെ. അതുകൊണ്ടാണ് BP കൂടിയിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. BP കൂടി അയോട്ട വീർത്ത് വന്നതാണ് പൊട്ടാനായിട്ട് ചാൻസ് വന്നത്. അപ്പം കറക്റ്റായിട്ട് സാറ് പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ സുധ് പറഞ്ഞിട്ടുണ്ട്, കറക്റ്റായിട്ട് BP-യുടെ ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കണം ഇനി. പിന്നെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ഒക്കെ ചെയ്താൽ ഓക്കെ ആകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലെക്ഷർ ഹോസ്പിറ്റലിൽ നമുക്ക് ഇപ്പോൾ ഒരു വിശ്വാസമാണ്, ഇവിടെ വന്നാൽ നമുക്ക് ജീവിതം തിരിച്ച് കിട്ടുമെന്ന്. കാരണം വെച്ചാൽ എല്ലാവരും ഒരു മരണം എന്ന് പറഞ്ഞൊരാൾ രണ്ടാമത് ജീവിച്ചു വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് നല്ലൊരു വിശ്വാസമുണ്ട് ഈ ഹോസ്പിറ്റലിനോട്.